രാമരസം രസനേ പിബരേ രാമരസം. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നും ഈ മഹാക്ഷേത്രം അറിയപ്പെടുന്നു. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നു. കലിവർഷം 4051-4052 അഥവാ AD 951-952 വർഷങ്ങളിലെ 2 ശിലാശാസനങ്ങൾ പ്രധാന ശ്രീകോവിലിന്റെ അടിത്തറയിൽ കാണപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പാർവതീ സമേതനായി ആനന്ദഭാവത്തിലിരിക്കുന്ന മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠ. തൃക്കവിയൂരപ്പൻ എന്ന നാമത്തിൽ പുരാതന കാലം മുതൽ തന്നെ കവിയൂർ മഹാദേവൻ അറിയപ്പെട്ടു. 1100 കൊല്ലം മുൻപുള്ള ശാസനത്തിൽ തിരുക്കവിയൂർ തേവർ എന്നാണ് സൂചന. 600 കൊല്ലം മുൻപുള്ള ലിഖിതങ്ങളിൽ തൃക്കവിയൂരപ്പൻ എന്ന് തന്നെ കാണാം. ചങ്ങനാശ്ശേരി കോഴഞ്ചേരി റോഡിൽ കവിയൂർ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ പടിഞ്ഞാറായി ചുറ്റുപാടുമുള്ള ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡരികിലായി തന്നെ അലങ്കാര ഗോപുരം കാണാം. 21 നെടുനീളൻ പടവുകൾക്ക് മുകളിൽ നിലകൊള്ളുന്ന ഗംഭീരമായ ഇരുനില ഗോപുരം ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ മാഹാത്മ്യം വിളിച്ചോതുന്നു. കിഴക്കേ ഗോപുരവാതിൽ കടന്നാലുടൻ പ്രവേശിക്കുന്നത് സുദീർഘമായ ആനക്കൊട്ടിലിലേക്കാണ്. ക്ഷേത്രമുറ്റത്തെ സ്വർണ്ണക്കൊടിമരത്തിന് 21 പറകളുണ്ട്. വിശാലമായ നാലമ്പലം, വിളക്കുമാടം, വാതിൽമാടം, നമസ്കാര മണ്ഡപം, ശ്രീകോവിലുകൾ എന്നിവയെല്ലാം ചെമ്പ് മേഞ്ഞിരിക്കുന്നു. വിളക്കുമാടത്തിൽ 7000-ൽ പരം വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുള്ള മരയഴികളുണ്ട്. പ്രദക്ഷിണ വഴി ഭംഗിയോടെ കരിങ്കൽ പാകിയിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള പ്രധാന ശ്രീകോവിലിന് 44 കഴുക്കോലുകളാണ് ഉള്ളത്. ഇടതുവശത്തിരിക്കുന്ന പാർവതിയെ ഇടത് കരം കൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈ വരദാന മുദ്രയോടെയും മറ്റ് 2 കൈകളിൽ മാൻ, മഴു എന്നിവ ധരിച്ചും പത്മാസനത്തിൽ ഇരിക്കുന്നതായാണ് പ്രതിഷ്ഠാസങ്കല്പം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രമെന്ന് അനവധി ഗവേഷകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തുശാസ്ത്രം അനുസരിച്ച് സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയ സ്ഥലത്താണ് കവിയൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കേരളക്കരയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ഖ്യാതിയും കവിയൂർ ക്ഷേത്രത്തിനുണ്ട്. ക്രിസ്തുവർഷം 1899-1900 കാലഘട്ടത്തിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ 9201 പറ നെല്ലും 23334.75 വരുമാനം പണവും ക്ഷേത്രത്തിനുണ്ടായിരുന്നു. പ്രതിദിനം അനേക ശതം വിശ്വാസികൾ ദർശനത്തിനെത്തുന്ന ഈ മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വങ്ങളിൽ ഒന്നാണ്. ഒരു ലക്ഷണമൊത്ത ക്ഷേത്രത്തിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടു നിൽക്കുന്ന ദേവസന്നിധിയായ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹദായകമായി നിലകൊള്ളുകയാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റുന്ന ശക്തി സ്വരൂപമായി ശ്രീലകം വാഴുകയാണ് ശ്രീ മഹാദേവൻ. എല്ലാവർക്കും നമസ്കാരം. ത്രസിപ്പിക്കുന്ന സാഹസികതകൾക്കപ്പുറം വിലപ്പെട്ട ജീവിത പാഠങ്ങൾ നൽകുന്ന ഒരു മഹത് കാവ്യമാണ് രാമായണം. കാലാതീതമായ ഈ കാവ്യത്തിലൂടെ തിന്മയുടെ മേൽ നന്മയുടെ ശക്തി, ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ശക്തി, തത്വങ്ങൾ പാലിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നിവ മനസ്സിലാക്കി തരും. വെല്ലുവിളികൾ എത്ര ഭയാനകമായി തോന്നിയാലും നിശ്ചയദാർഢ്യവും പ്രിയപ്പെട്ടവരുടെ പിന്തുണയുമുണ്ടെങ്കിൽ അന്ധകാരത്തിന്മേൽ വിജയിക്കാനും ലോകത്ത് ഐക്യം പുനഃസ്ഥാപിക്കാനും ഒരാൾക്ക് കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാമായണം. തൃശ്ശൂർ പ്രാദേശിക സഭാ യുവവേദിയുടെ പിബരേ രാമരസത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയ
പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കർക്കിടക മാസ പുണ്യകാലത്ത് രാമായണം പാരായണം ചെയ്യുന്നതും രാമകഥ കേൾക്കുന്നതും രാമക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നു. ഈ സന്ദർഭത്തിൽ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദി ഒരുക്കുന്ന പിബരേ രാമരസം മഹത്തായ ഒരു സംരംഭം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ യുവാക്കളെയും അവർക്ക് പ്രചോദനം നൽകുന്നവരെയും വിനയപൂർവ്വം അഭിനന്ദിക്കുന്നു. കേരളത്തെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം രാമായണ മാസമായാണ് നാം ആചരിച്ചു വരുന്നത്. എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് രാമായണ പാരായണവും അതോടനുബന്ധിച്ചുള്ള മറ്റ് പരിപാടികളും നടത്തിവരുന്നു. നാം നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന ഗ്രന്ഥമാണ്. 16-ാം നൂറ്റാണ്ടിൽ അന്ധകാരവും നിരാശയും നിറഞ്ഞു നിന്നിരുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ സമൂഹത്തിന് വെളിച്ചവും പ്രത്യാശയും നൽകിയ ഭക്ത കവിശ്രേഷ്ഠനാണ് തുഞ്ചത്താരാചാര്യൻ. ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ 2 ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും. മഹാഭാരതം ഭാരതമാതാവിൻ്റെ തിരുമുറ്റത്ത് കത്തിച്ചു വെച്ച നിലവിളക്കാണെങ്കിൽ രാമായണം ഭാരതത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. വാൽമീകി രാമായണം, അധ്യാത്മരാമായണം എന്നിവ കൂടാതെ മറ്റ് പല രാമായണങ്ങളും പ്രചാരത്തിലുണ്ട്. രംഗാനന്ദ രാമായണം, കമ്പരാമായണം, രാമചരിതമാനസം, അത്ഭുത രാമായണം, യോഗവാസിഷ്ടം തുടങ്ങിയവ അതിൽ ചിലതാണ്. നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടേതായുള്ള രാമായണ കൃതികളുണ്ട്. മലബാറിൽ മാപ്പിള രാമായണം എന്ന പേരിൽ ഒരു രാമായണവും പ്രചാരത്തിലുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇതിഹാസ ഗ്രന്ഥമായ വാൽമീകിയുടെ രാമായണവും കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൻ്റെ മൂലഗ്രന്ഥവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ഈ സന്ദർഭത്തിൽ ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. വാൽമീകി രാമായണം രചിച്ചത് വാൽമീകി മഹർഷി തന്നെയാണ്. ഒരു ദിവസം തമസാ നദിയുടെ തീരത്ത് തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം അദ്ദേഹം കുളിക്കാൻ എത്തിച്ചെന്ന സന്ദർഭത്തിൽ നദീതീരത്തുള്ള മരച്ചില്ലയിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളെ കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുന്നു. ഈ നദിയിലെ ജലം പോലെ എത്ര പരിശുദ്ധവും രമണീയവുമാണ് പ്രകൃതി എന്ന് അദ്ദേഹം ശിഷ്യനോട് പറയുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഒരു വേടൻ്റെ അമ്പേറ്റ് ആൺപക്ഷി മരിച്ചു വീഴുന്നു. അധികം താമസിയാതെ ഇണയുടെ വേർപാട് സഹിക്കാൻ കഴിയാതെ വിലപിച്ചുകൊണ്ട് പെൺപക്ഷിയും മരിച്ചു വീഴുകയാണ്. ഇതുകൊണ്ട് ദുഃഖവും രോഷവും സഹിയാതെ വാൽമീകി ആ വേടനോട് മാ നിഷാദ പ്രതിഷ്ഠാത്വം മകാമഹ ശാശ്വതീ സമാം യത് ക്രൗഞ്ചമിഥുനാമേകാംബതി കാമമോഹിതം എന്ന് പറയുന്നു. അതായത് നിരപരാധിയും കാമമോഹിതനുമായ ക്രൗഞ്ചപക്ഷിയെ വധിച്ച് നിനക്ക് ശാന്തി ലഭിക്കാൻ എത്ര കാലം കഴിയണം എന്ന രോഷത്തോടെ അദ്ദേഹം വേടനോട് ചോദിക്കുകയാണ്. വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം ഈ ശ്ലോകത്തോടു കൂടിയാണ്. 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളോടെയാണ് വാൽമീകി രാമൻ്റെ കഥ പറയുന്നത്. അസാധാരണ സദ്ഗുണങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനാണ് രാമൻ. മര്യാദാ പുരുഷോത്തമനായ രാമൻ സമൂഹത്തിന് മുഴുവൻ ഉത്തമ മാതൃകയാണ്. തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സഹധർമ്മിണിയോടും സുഹൃത്തുക്കളോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും എന്തിന് ശത്രുക്കളോട് പോലും എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് രാമൻ. മറ്റ് പുരാണങ്ങളുടെയൊക്കെ കർത്താവായ വേദവ്യാസ മഹർഷി തന്നെയാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന അധ്യാത്മരാമായണത്തിൻ്റെയും രചയിതാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉമാമഹേശ്വര സംവാദം, അതായത് ശിവൻ പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അധ്യാത്മരാമായണം പുരോഗമിക്കുന്നത്. 7 കാണ്ഡങ്ങളിലായി 65 അധ്യായങ്ങളിലായി 4000 ശ്ലോകങ്ങളാണ് അധ്യാത്മരാമായണത്തിലുള്ളത്. എല്ലാ ദൈവിക ശക്തികളുമുള്ള മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ മനുഷ്യാവതാരമാണ് അധ്യാത്മരാമായണത്തിലെ രാമൻ. തിന്മയുടെ ആസുരിക ശക്തികളെ നശിപ്പിച്ച് ധർമ്മസ്ഥാപനത്തിനായി മനുഷ്യനായി അവതരിച്ച രാമന് ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്നു.
താടകാവധവും സീതാസ്വയംവരവും സീതാപഹരണവും വനയാത്രയും രാമയുദ്ധവും എല്ലാം രാമൻ നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. മറ്റുള്ളവരെ മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്താനായി ദുഃഖവും സന്തോഷവുമൊക്കെ അദ്ദേഹം കാണിക്കുന്നുവെന്ന് മാത്രം. ഈശ്വരനായ രാമൻ്റെ കഥ നാം വളരെ ഭക്തിപൂർവ്വമാണ് പാരായണം ചെയ്തു വരുന്നത്. എന്നാൽ വാൽമീകിയുടെ രാമനാകട്ടെ പൂർണ്ണമായും ഒരു മനുഷ്യനാണ്. മനുഷ്യസാധ്യമായ കാര്യങ്ങൾ മാത്രമേ രാമൻ ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും രാമന് അറിവില്ല. അതുകൊണ്ട് തന്നെ സാഹിത്യപരമായി വളരെ കൗതുകത്തോട് വായിച്ചു പോകാൻ കഴിയുന്ന ഒരു കൃതിയാണ് വാൽമീകി രാമായണം എന്ന് പറയാം. ബൗദ്ധ ജാഥകളേക്കാൾ എത്രയോ മുമ്പ് സംഭവിച്ച ഒരു കഥയെ വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് വാൽമീകി രാമായണം. എന്നാൽ അധ്യാത്മരാമായണമാകട്ടെ ഭക്തിക്ക് പ്രാധാന്യം നൽകി വ്യക്തമായ ലക്ഷ്യത്തോടെ മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിച്ച രാമനെ ചിത്രീകരിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മഹാലക്ഷ്മിയുടെ അവതാരമായ സീതയെ അഗ്നിമണ്ഡലത്തിൽ ഒളിപ്പിച്ചു വെച്ച ശേഷമാണ് മാത്രമാണ് രാവണന് അപഹരിക്കാൻ കിട്ടുന്നത്. രാവണവധത്തിന് ശേഷം അഗ്നിപ്രവേശ സമയത്ത് യഥാർത്ഥ സീത രാമസന്നിധിയിൽ തിരിച്ചെത്തുന്നു. എന്നാൽ വാൽമീകി രാമായണത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊന്നുമില്ല. രാമനെക്കുറിച്ച് എത്ര സദ്ഗുണങ്ങൾ വാൽമീകി പറയുന്നുണ്ടോ അത്രയും സദ്ഗുണങ്ങൾ രാവണനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ അധ്യാത്മരാമായണത്തിലെ രാവണൻ ദുഷ്ടനായ ഒരു രാക്ഷസനാണ്. ശ്രീരാമനാകട്ടെ പരമാത്മാവിൻ്റെ അവതാരമാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ജീവാത്മാ പരമാത്മാ ഐക്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ആത്മാവിനെ അറിയുക എന്നാണ് അധ്യാത്മരാമായണം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത പോലെ ഉപദേശപ്രധാനമായ രാമഗീത, ലക്ഷ്മണഗീത തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ രാമായണത്തിൽ വ്യാസൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ വാൽമീകി രാമായണത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊന്നും കാണുന്നില്ല. ശ്രീരാമൻ്റെ ദൈവികത്വം പ്രകടമാകുന്ന നിരവധി കഥാസന്ദർഭങ്ങൾ അധ്യാത്മരാമായണത്തിൽ കാണാവുന്നതാണ്. അയോധ്യകാണ്ഡത്തിൽ നാരദമുനി രാമനെ സന്ദർശിച്ച് രാവണവധമാണ് ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശമെന്ന് നേരിട്ട് പറയുന്നുണ്ട്. അതുപോലെ വസിഷ്ഠ മഹർഷി ഭരതനോട് രാമാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മായാസീതാ സങ്കല്പവും അധ്യാത്മരാമായണത്തിൽ മാത്രമാണ് കാണുന്നുള്ളൂ. വാൽമീകി രാമായണത്തിൽ ഹനുമാൻ മൃതസഞ്ജീവനി തേടി കൈലാസ പർവ്വതത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ ക്ഷീരസമുദ്രം കടന്ന് കൈലാസ സന്നിധിയിലുള്ള ദ്രോണപർവ്വതത്തിലുള്ള ഋഷഭാദ്രിയിലേക്കാണ് ഹനുമാൻ പോകുന്നത്. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ കഥ അസാധാരണമായ കാവ്യാത്മകതയോടെ വളരെ ആകർഷകമായാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. എന്നാൽ ഭക്തി സമ്മർദ്ദകമായ കഥയാണ് അധ്യാത്മരാമായണം. ഭക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിഷ്ണു ഭക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കൃതിയാണ് അധ്യാത്മരാമായണം. കേരളത്തിലാകട്ടെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഔപചാരിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ധാരാളം ആളുകൾ പണ്ട് മുതലേ നിത്യപാരായണം ചെയ്തു പോന്നിരുന്നു. ഭക്തിയോടെ കാവ്യസൗന്ദര്യത്തോടെയാണ് രാമായണത്തിലെ പല സന്ദർഭങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. ഭക്തിയിൽ ആറാടുകയാണ് ലക്ഷ്യമെങ്കിൽ അധ്യാത്മരാമായണം ആ ലക്ഷ്യം എത്രയും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇതുപോലെ വ്യത്യാസങ്ങൾ പലതും പറയാമെങ്കിലും അതൊക്കെ രചയിതാക്കളുടെ ഭാവന മാത്രമാണ് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് നാരദൻ വാൽമീകിക്കും ഉപദേശിക്കുകയാണ് വാൽമീകി രാമായണം. അതുപോലെ ബ്രഹ്മാവ് വേദവ്യാസന് ഉപദേശിക്കുന്നതാണ് അധ്യാത്മരാമായണം. ബ്രഹ്മാവിനാകട്ടെ ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ വ്യത്യാസങ്ങളൊക്കെ കഥയിലുള്ള ചിത്രീകരണത്തിലുള്ളത് മാത്രമാണ് എന്ന് കാണാവുന്നതാണ്. മാതൃകാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമുക്കൊക്കെ ശരിയായ മാർഗം കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിബരേ രാമരസം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കി തന്ന യുവേദി പ്രവർത്തകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പിബരേ രാമരസം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം മാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ.
അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്തിതാനന്തര മദ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാകന്ത ചെയ്കനീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണാരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോപിതം ഹേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാ ജഗാമ രഘൂത്തമ സന്നിധവും. മന്ത്രികളോടും പ്രണമ്യ പദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ, രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശതേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തിതു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം, പ്രീതനായി പോയാലും ആശുമാമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നെ, പൂജ്യമായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ. യൗവരാജ്യാർത്ഥമഭിഷേചയ പ്രഭോ, സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അഗ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചതുർമാസ്യമാകലാൽ. പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരമന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജം. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഘാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷ ഹിമാദപവാരണം പാദവ വൃന്ദഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാഭിഭക്തജനം ദദാമർത്തവ്യവേഷം പൂണ്ടനാരായണൻ തന്നെ. പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹ പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിയിടിനാൻ.
കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരു ചെയ്യുക വേണം ദയാനിധി. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണനെ പൂജ കൊണ്ടു സാധിക്കുന്നു. സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിരുന്നു കേൾക്കൊണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർപ്പിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ശ്രീരാമാർഗോപദേശം കേൾക്ക നീയെങ്കിൽ മൽപൂജാ വിധാനത്തിലോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗുഹ്യോക്തമാകേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ. ആചാര്യനോടു മന്ത്രം കേട്ടു സദാ ആചാര്യപൂർവം ആരാധിക്കമാമിടൂ. തൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമിടൂ. മുഖ്യപ്രതിമാദികളിലെന്നാകിലുമർക്കങ്കല ആകിലുമപ്പിങ്കലാകിലും. തണ്ടിലംഘത്തിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനമാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദി. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിച്ചു ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. പിബരേ രാമരസം ഗുരുഭ്യോ നമഃ. നമസ്കാരം. മണ്ഡോദരി. പഞ്ചകന്യകമാരിൽ ഒരാളായിട്ടുള്ള മണ്ഡോദരി രാമായണത്തിലെ പ്രധാനയായിട്ടുള്ളതും ശക്തയായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മണ്ഡോദരിയുടെ ജനനം പറയുന്നത് ദിതിപുത്രനായിട്ടുള്ള മയൻ ഹേമ എന്ന അപ്സരസിനെ വിവാഹം ചെയ്ത് ഹിമവൽ പാർശ്വത്തിങ്കൽ ഹേമപുരം എന്നൊരു വസതി ഉണ്ടാക്കി അവിടെ വസിക്കണ സമയത്ത് മായാവി ദുന്ദുഭി എന്നു പേരുള്ള 2 പുത്രന്മാരുണ്ടാവുകയും എന്നാൽ പുത്രിയില്ല എന്നുള്ള ദുഃഖത്തിൽ ശ്രീപരമേശ്വരനെ തപസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ വസിക്കുകയും ചെയ്യാണ്. ആ കാലത്ത് മധുര എന്നു പേരുള്ള ഒരു അപ്സര സ്ത്രീ സോമവാരവ്രതം അനുഷ്ഠിച്ച് വ്രതത്തിൻ്റെ അവസാന സമയം ശ്രീപരമേശ്വരനെ നേരിട്ട് ദർശിക്കാമെന്ന് വിചാരിച്ച് കൈലാസത്തിങ്കിലേക്ക് ചെല്ലുന്നു. കൈലാസത്തിൽ ചെല്ലണ സമയത്ത് പാർവതീദേവി ബ്രാഹ്മണ സവിധത്തിങ്കിലേക്ക് പോയിരിക്കുന്നു. ശ്രീപരമേശ്വരൻ മധുരയെ ആലിംഗനം ചെയ്യുന്നു. തിരിച്ചു വന്ന പാർവതീദേവി മധുരയെ കാണുകയും അവളുടെ കുജങ്ങളിൽ ഭസ്മം പുരണ്ടിരിക്കുന്നതും കാണുന്നു. കുപിതയായിട്ടുള്ള ദേവി മധുരയെ ശപിക്കുന്നു. നിൻ്റെ സൗന്ദര്യമെല്ലാം നശിച്ച് വനാന്തരത്തിലുള്ള ഒരു കൂപത്തിൽ മണ്ഡൂകമായിട്ട് പതിക്കട്ടെ എന്നിങ്ങനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ശാപമോക്ഷത്തിനായിട്ട് മധുര അപേക്ഷിക്കുന്നു. അതിനുശേഷം ശ്രീപരമേശ്വരൻ ശാപമോക്ഷം കൊടുക്കുന്നുണ്ട്. 12 വർഷം തവളയായിട്ട് അവിടെ വസിച്ചതിന് ശേഷം നിൻ്റെ സൗന്ദര്യമെല്ലാം എല്ലാ സൗന്ദര്യത്തോടും കൂടി യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവിനെ തന്നെ നിനക്ക് ലഭിക്കും എന്നിങ്ങനെ ശാപമോക്ഷം കൊടുക്കുകയാണ്. 12 വർഷത്തിന് ശേഷം മയൻ ഹേമയോടുകൂടി
വനത്തിൽ വസിക്കുന്ന സമയത്ത് വനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കിണറ്റിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയും ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്ന് കരുതി കുട്ടിയെ എടുത്ത് മണ്ഡോദരി എന്ന് പേരിട്ട് വളർത്തുകയും ചെയ്യണം. ഇന്ദ്രൻ ഹേമയെ സ്മരിക്കണതനുസരിച്ച് കുട്ടിയെ മയനെ ഏൽപ്പിച്ച് ഹേമ സ്വർഗത്തിലേക്ക് പോകുന്നു. മയൻ ആ കാട്ടിൽ തന്നെ മണ്ഡോദരിയോടുകൂടി താമസിക്കുകയും ചെയ്യാണ്. ആ കാലത്ത് രാവണൻ വനത്തിൽ വരുന്ന സമയത്ത് മണ്ഡോദരിയെ കാണുകയും അനുരക്തനാവുകയും അതിനുശേഷം മയൻ മണ്ഡോദരിയെ രാവണൻ വിവാഹം ചെയ്ത് നൽകുകയും ചെയ്യണം. രാവണൻ മണ്ഡോദരിയോടുകൂടി ലങ്കയിൽ ചെന്ന് സുഖമായിട്ട് വസിക്കുന്നു. 3 പുത്രന്മാരുണ്ടാവുന്നു. മേഘനാഥൻ, അതികായൻ, അക്ഷകുമാരൻ എന്ന് 3 പുത്രന്മാരുണ്ടാവുകയും ചെയ്യുന്നു. അതിബലവാന്മാരായിട്ടുള്ള പുത്രന്മാരാണ് മണ്ഡോദരിക്ക് ജനിക്കുന്നത്. അതിനുശേഷം രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ ഇച്ഛയ്ക്കൊത്ത ഭർത്താവിനെ ലഭിക്കാനായിട്ട് അന്വേഷിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരെ കാണുകയും പതിഭാവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ കുപിതനായിട്ട് ശൂർപ്പണഖയുടെ കർണനാസികാച്ഛേദനം ചെയ്യുന്നു. ചോരയിൽ കുളിച്ചു വരുന്ന തൻ്റെ സഹോദരിയെ കണ്ട് സഹോദരിയുടെ വാക്ക് കേട്ട് രാമലക്ഷ്മണന്മാരെ കുറിച്ചുള്ള അവരുടെ പരാക്രമത്തെയും സീതയുടെ സൗന്ദര്യത്തെയും ശൂർപ്പണഖ പറയുന്നത് കേട്ടിട്ട് വേഗം തന്നെ സീതയെ അപഹരിച്ച് അശോകവനികോദ്യാനത്തിൽ കൊണ്ട് വന്നിരുത്തുകയും ചെയ്യാണ്. മണ്ഡോദരി ആ സമയത്ത് സീതയോട് വളരെ ദയയോടുകൂടി പെരുമാറുന്നതും വിഭീഷണ പത്നിയായിരിക്കുന്ന സരമയെയും പുത്രിയായിട്ടുള്ള ത്രിജടയെയും സീതയ്ക്ക് സഹായത്തിനായിട്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പതിയായിട്ടുള്ള രാവണനോട് പറഞ്ഞു ഉപദേശിക്കാനും നോക്കുന്നുണ്ട്. സീതയെ ശ്രീരാമന് തിരിച്ചു നൽകുകയും ഇല്ല എങ്കിൽ നമ്മളുടെ വംശം നശിക്കും എന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ പുത്രന്മാരുടെ മരണശേഷം വളരെ ദുഃഖിതയായിട്ടും അതിനുശേഷം രാവണൻ്റെ വധാനന്തരം രാവണനെ വധിക്കുന്നതിന് വധാനന്തരം മണ്ഡോദരി ലങ്കയിൽ തന്നെ വസിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നന്ദി. പിബരേ രാമരസം സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പാവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവിസോമ വരനേത്ര രമണീയ ഗാത്ര പാവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവിസോമ വരനേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ ഭക്തജന പരിപാല ഭരിത ശരജാല
ഭൂദേവപാല ഭക്തജന പരിപാല ഭരിത ശരജാല ഭുക്തി മുക്തി ദലീല ഭൂദേവപാല സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പാമര സുരഭീമ പരിപൂർണ കാമ ശ്യാമ ജലദഭിരാമ സാകേതരാമ പാമര സുരഭീമ പരിപൂർണ കാമ ശ്യാമ ജലദഭിരാമ സാകേതരാമ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പരമേശനുതഗീത ഭവജലധി പോത ധരണികുല സംജാത ത്യാഗരാജനുത പരമേശനുതഗീത ഭവജലധി പോത ധരണികുല സംജാത ത്യാഗരാജനുത സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ വൈഭോഗമേ വൈഭോഗമേ. പിബരേ രാമരസം പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം